കണ്ണൂർ പറശ്ശിനിക്കടവിലെ സ്വകാര്യ ലോഡ്ജിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കൊലപാതകം സ്ഥിരീകരിച്ചത്. ആൺസുഹൃത്ത് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ചെറുകുന്ന് സ്വദേശി KV സീമയെയാണ് ലോഡ്ജിലെ 602 മുറിയിൽ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആൺസുഹൃത്ത് ചെറുകുന്ന് സ്വദേശിയായ KP വിജയനെയും ആത്മഹത്യ ചെയ്ത നിലയിൽ പിന്നീട് കണ്ടെത്തി. ഇന്ന് രാവിലെയോടെ മാട്ടൂലിൽ പുഴയോരത്ത് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇരുവരും അയൽവാസികളാണെന്നാണ് വിവരം. തെങ്ങിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു വിജയന്റെ മൃതദേഹം. കഴിഞ്ഞ കുറെ നാളുകളായി ഇരുവരും തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. ഫെബ്രുവരി 4-ാം തീയതി ഉച്ചയ്ക്ക് 12:50ഓടെയാണ് സീമയും വിജയനും ഒരുമിച്ച് ലോഡ്ജിൽ മുറിയെടുക്കുന്നത്. എന്നാൽ വൈകുന്നേരത്തോടെ ലോഡ്ജ് മുറി പുറത്തുനിന്ന് പൂട്ടി വിജയൻ ധൃതിയിൽ പുറത്തേക്ക് പോകുന്നത് ലോഡ്ജ് ജീവനക്കാർ ശ്രദ്ധിച്ചിരുന്നു. രാത്രിയേറെ വൈകിട്ടും വിജയനെ കാണാതായതോടെ ജീവനക്കാർക്ക് സംശയം തോന്നി. എവിടെ പോയി എന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ രാത്രി 9 മണിയോടെ ഇവർ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി മുറി തുറന്നപ്പോൾ കണ്ടത് നടുക്കുന്ന കാഴ്ചയായിരുന്നു. സീമയുടെ മൃതദേഹം കട്ടിലിൽ കിടക്കുന്നു. 50 വയസ്സാണ് സീമയ്ക്ക്. സമ്മർലാൻഡ് ഇൻ ലോഡ്ജിലെ 602 നമ്പർ മുറിയിലാണ് ഇവരെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർക്കൊപ്പം വിജയനും മുറിയെടുത്തു എന്ന് അറിയുന്നത്. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കഴുത്തു ഞെരിച്ചുള്ള കൊലപാതകമാണ് ഇവിടെ നടന്നതെന്ന് സ്ഥിരീകരിക്കപ്പെട്ടത്. ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തന്നെ മുറിയെടുക്കാറുണ്ടായിരുന്നു. എന്തായാലും സംഭവത്തിന് ശേഷം വിജയനെ കാണാതായി മാറിയിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാട് വല്ലതും നടന്നോ എന്ന രീതിയിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. 2 കുട്ടികളുടെ അമ്മയാണ് സീമ. സീമയുടെ ഭർത്താവ് സുരേഷ് മരിച്ചുപോയിരുന്നു. അതേസമയം ഇവർ 2 പേരുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മൊഴിയെടുക്കുന്നുണ്ട്. എന്തായാലും അയൽവാസികളായ ഇവരെ ഈ രീതിയിൽ കണ്ടെത്തിയതിന്റെ നടുക്കത്തിലാണ് നാട്ടുകാരും. എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉത്തരവുമില്ല. അതേസമയം ലോഡ്ജിനുള്ളിൽ തർക്കം നടന്നു എന്ന് സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. സംഭവത്തിൽ മറ്റെന്തെങ്കിലും ഇടപാടുകൾ ഇവർ തമ്മിൽ നടന്നിരുന്നോ എന്ന കാര്യത്തിലും കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട എല്ലാ ബന്ധുക്കളുടെയും മൊഴിയെടുക്കുന്നുണ്ട്. സംഭവത്തിന് ശേഷം വിജയന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു. വിജയനും സീമയും നേരത്തെയും ഈ ലോഡ്ജിൽ മുറിയെടുത്തിരുന്നതായി ജീവനക്കാർ തന്നെ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. തളിപ്പറമ്പ് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പഴയങ്ങാടിയിൽ നിന്നും വിജയന്റെ മൃതദേഹം കണ്ടെത്തിയത്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം വിജയൻ ജീവനൊടുക്കി എന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനം. തന്നെ അത് ശരിവെക്കുന്ന രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം വിജയനുമായി ആദ്യമേ സൗഹൃദത്തിലായിരുന്നു. ഈ ബന്ധമാണ് പിന്നീട് പ്രണയമായി മാറിയത്. ഇവർക്കിടയിൽ മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് ഇനി തളിപ്പറമ്പ് പോലീസ് നടത്തുന്ന വിശദമായ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാകൂ.